صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികൾ എന്ന നിലക്ക് നിരന്തരമായി നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് മരണം വരെ ഈമാനുള്ള ഒരു മനസ്സാക്കി, ഒരു ഹൃദയമാക്കി നമ്മുടെ മനസ്സിനെ മാറ്റാൻ നിരന്തരമായി നാം ശ്രമിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കാലമാണോ നമുക്ക് അള്ളാഹു ആയുസ് നൽകിയിട്ടുള്ളത്, ആ കാലം അത്രയും ഈ ദുനിയാവിൽ നാം ജീവിക്കണം. ആ ജീവിതത്തിനിടയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളെ, വിവിധങ്ങളായ വിഷയങ്ങളെ, വിവിധങ്ങളായ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ് നാം. ആ സമയത്തൊക്കെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ഇഷ്ടവും, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹവും, മരണപ്പെട്ടു പോകണമല്ലോ, നാളെ എൻ്റെ പ്രവർത്തനങ്ങളുടെ വളരെ കൃത്യമായ വിശദീകരണം അള്ളാഹുവിന്റെ കോടതിയിൽ ഉണ്ടാകുമല്ലോ എന്ന ഒരു ചിന്ത മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ആ ഒരു ചിന്ത ഒരു പ്രത്യേക കാലം വരെ നിലനിർത്തിയത് കൊണ്ട് മാത്രം നമ്മൾ ജീവിതത്തിൽ വിജയികളാകുന്നില്ല. നമുക്കൊക്കെ അള്ളാഹു ജീവിക്കാൻ അവസരം നൽകിയ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച, ഈ സമയം വരെയാണ് നാം എത്തി നിൽക്കുന്നത്. ഇനിയുള്ള സമയം, ഇനിയുള്ള കാലം, ഇനിയുള്ള ലോകത്തിന്റെ ഘടന, ഇവിടെ നടക്കുന്ന ചർച്ച, ഇതിന്റെ മുന്നോട്ടുള്ള ഗമനം, ഇതെങ്ങനെ പോയാലും ഈ അവസരങ്ങളിലെല്ലാം അല്ലാഹുവേ, ഈമാനുള്ള ഒരു ഹൃദയത്തെ എൻ്റെ മനസ്സിൽ നീ നിലനിർത്തണം റബ്ബേ. നല്ല മനുഷ്യനാക്കി കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യം എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാക്കണം റബ്ബേ എന്ന ആഗ്രഹവും പ്രാർത്ഥനയും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹുവേ, നന്മ ചെയ്യാനുള്ള മനസ്സും തിന്മ ചെയ്യാതിരിക്കാനുള്ള ബോധവും എൻ്റെ മനസ്സിൽ നീ ഊട്ടിയുറപ്പിക്കണം റബ്ബേ. രഹസ്യമായ ആരുമറിയാത്ത തിന്മകളെ ഭയപ്പെടുന്ന ഒരു മനസ്സ് മനുഷ്യർ കാണുന്നുണ്ടോ എന്നതല്ല,
ആളുകളുടെ അടുത്ത് എത്തുമോ എന്നതല്ല, അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ഏകനായി ഞാൻ റബ്ബിന്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കുമ്പോൾ അവിടെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകാതിരിക്കാൻ അള്ളാഹുവേ രഹസ്യമായ തിന്മകളിൽ നിന്ന്, രഹസ്യമായ അവസരങ്ങളിൽ നിന്ന്, തിന്മകൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിൽ നിന്ന് എന്നെ നീ കാത്ത് സംരക്ഷിക്കണം റബ്ബേ എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈമാനുള്ള ഒരു ഹൃദയമാകണം എന്നതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ന്യൂനതകൾ ചികയാത്ത, തിരയാത്ത, അത് ചികയാനും അത് തിരയാനും അള്ളാഹു ഉണ്ടല്ലോ, എന്നെ അതിന് ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സ് റബ്ബേ എനിക്ക് നീ തരണം റബ്ബേ എന്ന പ്രാർത്ഥന നമുക്ക് വേണം. എല്ലാവരെ കുറിച്ചും നല്ലത് വിചാരിക്കാൻ, നല്ലത് ചിന്തിക്കാൻ, എല്ലാ ആളുകളിലുമുള്ള നന്മകളെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്ന ഒരു മനസ്സ് നീ എനിക്ക് തരണം റബ്ബേ. എന്റെ ജീവിതത്തിൽ ഈമാൻ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്റെ ജീവിതത്തിലെ ആരാധനകളും പ്രാർത്ഥനകളും. ആ ആരാധനകളോടും പ്രാർത്ഥനകളോടും മടുപ്പില്ലാതെ ആവേശത്തോടുകൂടി അത് ചെയ്യാനുള്ള ഒരു ഈമാനിന്റെ അവസ്ഥ എന്റെ മനസ്സിൽ ഉണ്ടാക്കണം റബ്ബേ എന്ന ആഗ്രഹം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ആഗ്രഹത്തിൽ നിന്ന്, ഈ ചിന്തയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ. ഖൽബ് എന്ന് പറഞ്ഞാൽ, ഖല്ലബ എന്നൊക്കെ പറഞ്ഞാൽ മാറി മറിയുന്ന എന്നാണ് അതിന്റെ അർത്ഥം. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത്, സബ്ബിത്, നീ ഉറപ്പിച്ചു നിർത്തണം റബ്ബേ, ഖൽബി, എന്റെ ഹൃദയത്തെ, അലാ ദീനിക്, നിന്റെ ദീനിൽ. അല്ലാഹുവേ, മതത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ അടിപതറാത്ത നിലപാടുള്ള, വിശ്വാസമുള്ള, ഈമാനുള്ള ഒരു മനസ്സാക്കി എന്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തണം യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഖബറെന്ന ലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളെ കുറിച്ച് അവിടെ ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ, ഉറച്ച നിലപാടോടെ വളരെ ലഘുവായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ്? ഖബറിലെ ചോദ്യം വളരെ സിമ്പിളാണ്. ആരാണ് റബ്ബ് എന്നതാണ്. ലോകത്ത് മുശ്രിക്കുകൾ വരെ അംഗീകരിക്കുന്ന ഒരു ഉത്തരം, സട്ടാവ്, അല്ലാഹു, അതാണ് ഒരു ചോദ്യം. ആരാണ് പ്രവാചകൻ? എല്ലാവർക്കും അറിയുന്നതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഏതാണ്? എന്റെ ഇമാം. ഞാൻ ജീവിതം നയിക്കുന്നത് വിശുദ്ധ ഖുർആനെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്. അപ്പോൾ വളരെ സിമ്പിളായ ചില ചോദ്യങ്ങൾ, വളരെ ലഘുവായ ചോദ്യങ്ങൾ, ആർക്കും ഉത്തരം പറയാൻ കഴിയുമെന്ന് ദുനിയാവിൽ തോന്നുന്ന ചില ചോദ്യങ്ങൾ. എന്നാൽ ആ 3 ചോദ്യങ്ങളിലാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ ഖബറിലെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നത്. അതാർക്കാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുക? ആ ചോദ്യങ്ങൾക്ക് സ്ഥൈര്യത്തോടെ, ധൈര്യത്തോടെ ഉത്തരം പറയാൻ കഴിയുന്ന ആളുകൾ ആരാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ആർക്കാണ് ഉത്തരം പറയാൻ കഴിയുക? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, ഉറച്ച വാക്കുകൾ, ഉറച്ച നിലപാടുകൾ എവിടെ സ്വീകരിച്ച ആളുകൾ? ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ സ്വീകരിച്ച ആളുകൾക്ക് വഫിൽ ആഖിറ, അവിടെയും സ്വീകരിക്കാൻ കഴിയും. ഇവിടെ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കണം. ഇവിടെ ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇവിടെ വിശ്വാസത്തിലും കർമ്മത്തിലും വളരെ ശക്തമായ നിയമങ്ങളിൽ ബന്ധിതമായ മുന്നോട്ടുള്ള ഈമാനികമായ ഗമനം സാധ്യമാകുമ്പോഴാണ് ഒരു മനുഷ്യന് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുക. അവിടെ അല്ലാഹു നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾക്ക് നിലപാടിൽ സ്ഥൈര്യമുണ്ടാകണോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുണ്ടാകണോ? മാറിവരുന്ന ലോകക്രമത്തിൽ തിന്മയുടെ കുത്തൊഴുക്കുണ്ടാകുമ്പോൾ, ലോകം മുഴുവൻ തിന്മയിലേക്ക് നടന്നെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ,
അള്ളാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ് കേട്ടോ. അള്ളാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ്. മരണം എന്ന ഒന്നുണ്ട്, അത് കാണുന്നവരാണ് നാം. ആ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, അത് ഖബർ ജീവിതമാണ്. അവിടെ വിചാരണയുണ്ട്. അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതിനുശേഷം മഹ്ശറ എന്ന് പറയുന്ന കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട്. അതിനുശേഷം അല്ലാഹുവിന്റെ വിചാരണയുണ്ട്. അതിനുശേഷം സ്വർഗമുണ്ട്. അതിനുശേഷം നരകമുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട്, അനുഭവിച്ചവർ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് വിശദീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഇതൊരു അസത്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, സത്യമാണ് എന്ന് നമുക്കറിയാം, ഉറച്ച നിലപാടുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ട്. പക്ഷെ അല്ലാഹു പറയുകയാണ്, ഫലാ തഗുറന്നകും. ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുത്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. വളരെ ക്ഷണികമായ ഈ ഐഹിക ജീവിതത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാം, നിങ്ങൾക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാം, നിങ്ങൾക്ക് ഹലാലായ ഏത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഇത് തന്നെയാണ് എല്ലാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കുന്ന പിശാചുണ്ടല്ലോ, ആ പിശാചിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. അല്ലാഹുവാണ് പറയുന്നത്. ശേഷം റബ്ബ് പറയുന്നു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതാണ്. പിശാചിനെ നമുക്ക് കാണാൻ കഴിയൂല. പിശാച് നമ്മുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാകും. ആ വസ്വാസ് നല്ലതാണ് എന്ന് തോന്നിപ്പിക്കും. അതിലകപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ മികച്ച ചില അവസ്ഥകൾ ഉണ്ടാകുമെന്ന് നമ്മെ തോന്നിപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിച്ച ദീനിനപ്പുറമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, അത് നല്ലതാണല്ലോ, അത് ആകർഷണീയമാണല്ലോ, അങ്ങനെ ചെയ്താൽ സമാധാനം ഉണ്ടാകുമല്ലോ, അങ്ങനെ ചെയ്താൽ കുറെ സമ്പത്തുണ്ടാകുമല്ലോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ, നിങ്ങളുടെ മനസ്സിനകത്ത് എന്നാലും അത് ശരിയല്ലല്ലോ എന്ന ചോദ്യം അതിന്റെ കൂടെയുണ്ടെങ്കിൽ, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ. ആ പിശാചിനെ, ആ പിശാചിന്റെ ദുർബോധനങ്ങളെ, ആ പിശാച് കൊണ്ടുവരുന്ന മോശം ചിന്തകളെ നിങ്ങൾ ശത്രുവായി കാണണം. കാരണം ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ആ പിശാചും കൂട്ടാളികളും നിങ്ങളെ ക്ഷണിക്കുന്നത് വിജയത്തിലേക്കല്ല, നന്മയിലേക്കല്ല, കത്തിയാളുന്ന നരകത്തിലേക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അവിടെയാണ് നമുക്ക് നിലപാടുണ്ടാകേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ സമൂഹത്തിന് പിശാച് സൗന്ദര്യാത്മകമായി തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം ഈ ദുനിയാവ് നഷ്ടമായി. ദുനിയാവിൽ സമാധാനം നഷ്ടപ്പെട്ടു. സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് മനുഷ്യൻ ഒരിക്കലും മുതിരുകയില്ല. പക്ഷെ പിശാച് ആ മനുഷ്യനെ തോന്നിപ്പിക്കുക വലിയ സമാധാനം ഉണ്ടാകുമെന്നാണ്. നമ്മുടെ നാട്ടിൽ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കം, മക്കളുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു, മക്കളുടെ മുഖത്തേക്ക് ധൈര്യത്തിലൊന്നും നോക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. എന്താണ്? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പരസ്ത്രീ പരപുരുഷ ബന്ധം എന്നത്. എങ്ങനെയാണ് തുടങ്ങുക? ഒരു വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ, ഒരു കോളിലൂടെ, നിരന്തരമായ സംസാരത്തിലൂടെ, നിരന്തരമായ അഭിമുഖത്തിലൂടെ. എന്താണ് പിശാച് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്ത എന്തായിരിക്കും? ആ സമയത്ത് ഭാര്യയെ ഭർത്താവും മറക്കും. ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ട് എന്ന് തന്നെ തോന്നൂല. ഇങ്ങനെ ഒരാൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന ബോധ്യം തന്നെ ഉണ്ടാവില്ല. അയാളെല്ലാം മറക്കും. അയാളെല്ലാം മറന്ന് ചിന്തിക്കും, ഇത്ര നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ അത് വെളു മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാര്യ ഭർത്താവിനെ മറക്കും, മക്കളെ മറന്നുകളയും. എനിക്ക് 3 മക്കളുണ്ടല്ലോ, 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടല്ലോ, മറന്നുകളയും. അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. പല കുട്ടികളുടെയും ജീവിതം ഇങ്ങനെ പഠിക്കുമ്പോ വളരെ സങ്കടമാണ്. ബാപ്പ എവിടെ? ബാപ്പ അതിലെ പോയി. ഉമ്മയോ? ഉമ്മ ചാടിപ്പോയി. ആരാള്ളത്? മുത്തമ്മ. പ്രയാസല്ലേ? സങ്കടല്ലേ? കുടുംബം നഷ്ടപ്പെട്ടോ? നമ്മുടെ അയൽപക്കത്താണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും
നമുക്ക് വേണ്ടപ്പെട്ടവരിലാണെങ്കിലും മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തും. മക്കളെ കുറ്റപ്പെടുത്തുന്നതിന്റെ മുൻപ് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? ഇതിനേക്കാൾ നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരാളാണെന്ന് വിചാരിച്ച് നിക്കാഹ് കഴിഞ്ഞ ഭാര്യയെ ഒഴിവാക്കി ചാടിപ്പോയ ഭർത്താവ് ആരാ പ്രേരിപ്പിച്ചത്? പിശാച്. എങ്ങനെയാ പ്രേരിപ്പിച്ചത്? എന്റെ ജീവിതം കൊളാവെന്ന് പറഞ്ഞിട്ടാണ് പ്രേരിപ്പിച്ചതല്ല, ഒരു ഒന്നൊന്നര ജീവിതം എനിക്ക് വരാണ്ടടാ എന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിനെ പ്രേരിപ്പിച്ചത്. ഇതിനേക്കാൾ സൗന്ദര്യാത്മകമായ ഒരു ജീവിതം നിനക്ക് ഉണ്ട് എന്നാണ് പിശാച് ബോധിപ്പിച്ചത്. അവസാനം എന്താ സംഭവിച്ചത്? അവസാനം സംഭവിച്ചത് ജീവിതം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ പരലോകവും ഇഹലോകവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വിളിക്കുമ്പോ, നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു കാര്യം കടന്നു വരുമ്പോ, എത്ര സൗന്ദര്യാത്മകമാണെങ്കിലും എത്ര താൽക്കാലികമായി സമാധാനം തരുമെന്ന് വിചാരിച്ചാലും അല്ലാഹുവേ ഇത് ഹറാമാണ്, ഇത് നിഷിദ്ധമാണ്, ഇത് ശരിയല്ലാത്തതാണ്, ഇത് പിശാചിന്റെ ബോധനമാണ് എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയണം. യഹ്സിനു ലഹുമുശ് ശർ, തിന്മയെ പിശാച് നന്മയാക്കി തോന്നിപ്പിക്കും. വയുരീഹും ഇയ്യാഹും ബിസൂറത്തിൻ ഹസന, പലതും വളരെ ഉഷാറാണ് എന്ന് നമുക്ക് തോന്നും. വയുൻസിദു ഇറാദതുഹും ബിഫഇലിഹി, വേണ്ടാത്ത ഒരു കാര്യമാണെങ്കിലും അത് ചെയ്യാൻ വലിയ ആവേശമുണ്ടാകും. അതാണ് വമിൻ ഷദ്ദിൽ വസ്വാസിൽ ഖന്നാസ്, സൂറത്തുൻ നാസ് അതിലെ ഒരു ആയത്ത്, മിൻ ഷദ്ദിൽ വസ്വാസിൽ ഖന്നാസ്, മനസ്സിൽ ചില വസ്വാസുകൾ ഇട്ട് പിശാചങ്ങ് പിന്തിരിഞ്ഞു പോകും. വിശ്വാസിയാണെങ്കിലോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ഈ പിശാചിന്റെ മോശം ചിന്തകൾ എല്ലാ മനുഷ്യന്റെയും മനസ്സിലേക്ക് വരും. ഈ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു, രക്ഷ ചോദിക്കുന്നു എന്ന് പറയുമ്പോഴേ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ മാറി നിൽക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം, ഏറ്റവും നല്ല കഥ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു കഥയാണ് സൂറത്തു യൂസുഫ്. ആ യൂസുഫിലെ 23-24 വചനങ്ങളുണ്ട്. വലിയ ഒരു അധാർമിക പ്രവണത അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ അതിങ്ങനെ വലിയ ഒരു മ്ലേച്ഛമായ അവസ്ഥയില്ലാതെ വിശദീകരിക്കാൻ. അങ്ങനെയുള്ള ഖുർആൻ വിശദീകരിക്കണ്ടേ? ബോറായി വിശദീകരിക്കാൻ പറ്റൂലല്ലോ, കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥാണല്ലോ. പക്ഷെ ആ വിശദീകരിക്കുന്നത് ചില ഗുണപാഠമുണ്ട്. അത് മനുഷ്യരെ ബാധിക്കുന്നതാണ്. അത് ഓരോ ആണിനെയും ബാധിക്കാൻ, ഒരു മനുഷ്യന് പ്രായപൂർത്തിയെത്തിയതിന് ശേഷം മരണപ്പെടുന്നതിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. വറാബദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി, വല്ലാത്ത ആയത്താണത്. എന്താ പറയുന്നത് അറിയോ? യൂസുഫ് ആരുടെ വീട്ടിലാണോ ആ വീട്ടിലുള്ള ഉടമസ്ഥ യൂസുഫിനെ വശീകരിക്കുവാൻ ശ്രമം നടത്തി. അന്ന് മനുഷ്യരൂപത്തിലായിരുന്നു. ഇന്ന് സ്ക്രീനുകളിലൂടെ വരും, മൊബൈലുകളിലൂടെ വരും, ലാപ്ടോപ്പിലൂടെ വരും, ഒക്കെ നമ്മുടെ കയ്യിലുള്ളതല്ലേ. യൂസുഫ് ആരുടെ വീട്ടിലാണോ ആ വീട്ടിലുള്ള രാജാവിന്റെ ഭാര്യ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമം നടത്തി. വഗല്ലഖത്തിൽ അബ്വാബ്, വാതിലുകൾ അടച്ചു. വഖാലത് ഹൈത്തലക്, അവൾ പറഞ്ഞു എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ഖാല, യൂസുഫ് പറഞ്ഞു മആദല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അഭയം പ്രാപിക്കുന്നു. ഇന്നഹു റബ്ബി അഹ്സന മത്വാ, കാരണം എനിക്ക് ഇതല്ല, ഈ കൊട്ടാരമല്ല എനിക്ക് വലുത്, ഈ വീടല്ല എനിക്ക് വലുത്, നീയല്ല എനിക്ക് വലുത്. ഇന്ന റബ്ബി അഹ്സന മത്വാ, എനിക്ക് ഏറ്റവും വലിയ അഭയം എന്റെ റബ്ബാൻ. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമം ചെയ്ത ഒരു മനുഷ്യനുണ്ടോ ആ മനുഷ്യനെ അല്ലാഹു വിജയിപ്പിക്കുകയില്ല. അതിനൊരു കാലമുണ്ടാകും. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് ഭാര്യയിൽ നിന്ന് മറച്ചുവെച്ച്, ഭർത്താവിൽ നിന്ന് മറച്ചുവെച്ച്, സമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ച് പോകാൻ ഒരു കാലവും ഒരു കാലചക്രവും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അത് പൊളിയും, കുടുംബം വഷളാകും. മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത ഭാര്യയായി ഭാര്യ മാറും. ഞാൻ എത്ര സേവിച്ചതാണ്, ഞാൻ എത്ര സ്നേഹിച്ചതാണ്, ഞാൻ എത്ര പ്രയാസപ്പെട്ടതാണ്, എന്നോട് ഇത് ചെയ്തല്ലോ എന്ന തോന്നൽ ഭാര്യക്കുണ്ടാകും. ഞാൻ എത്ര വെയിൽ കൊണ്ടതാണ്, ഞാൻ എത്ര പ്രവാസിയായി അധ്വാനിച്ചതാണ്, ഞാൻ എത്ര വർഷം ഗൾഫിൽ അധ്വാനിച്ചതാണ്. ആർക്കു വേണ്ടി? എന്റെ ഭാര്യക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി.
ക്ഷമിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഭർത്താവ് മാറും. ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് അടക്കി പറയുന്ന ചില വാർത്തകൾ അങ്ങാടികളിൽ നിന്ന് കേൾക്കുമ്പോൾ തലതാഴ്ത്തി 10 വയസ്സുവരെ കുട്ടിക്കിതറിയില്ലായിരുന്നു. 13ഉം 14ഉം വയസ്സാകുമ്പോൾ ചർച്ച എന്റെ ഉമ്മയെ കുറിച്ചാണല്ലേ, ചർച്ച എന്റെ ഉപ്പയെ കുറിച്ചാണല്ലേ. തലതാഴ്ത്തി വീട്ടിലേക്ക് വരുമ്പോ ഓമനിച്ച് നൊന്ത് പ്രസവിച്ച ഉമ്മയോട് അവന്റെ മനസ്സിൽ സ്നേഹം നഷ്ടപ്പെടും, ബാപ്പയോട് മനസ്സിൽ സ്നേഹം നഷ്ടപ്പെടും. ഖുർആൻ പറയുന്നു, ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഒരിക്കലും അക്രമികൾ വിജയിക്കുകയില്ല. അതാണ് യൂസുഫ് നബി പറഞ്ഞത്, എനിക്ക് വേണ്ടത് പരലോകമാണ്. വലഖദ് ഹമ്മത് ബിഹി, അവൾക്ക് അവനിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടായി. വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി, അവനും അവളിൽ താല്പര്യം ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടുണ്ടായില്ല? ആ യൂസുഫിനെ രക്ഷിതാവിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് വളരെ കൃത്യമായ ബോധമുണ്ടായിരുന്നു. അങ്ങനെ ബോധമുണ്ടായാലേ തിന്മയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും ആർക്കും മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നഹു മിൻ ഇബാദിൽ മുഖ്ലസീൻ, അങ്ങനെ മാറി നിൽക്കുന്നവരാണ് ഏറ്റവും നിഷ്കളങ്കരായ എന്റെ ദാസന്മാർ എന്ന് ഖുർആൻ പറയുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണോ, ഇവിടെ ചില നിലപാടുകൾ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടെയുള്ളവർ എങ്ങനെയാണ് എന്നതല്ല, ബിസിനസ് പാർട്ട്ണർമാർ എങ്ങനെയാണ് എന്നതല്ല, ജീവിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് എന്നതല്ല, സമൂഹത്തിന്റെ ചിന്ത എങ്ങനെയാണ് എന്നതല്ല, മറിച്ച് ഇസ്ലാമിന്റെ നിയമം എങ്ങനെയാണ് എന്നതാണ്. അതാണ് സൂറത്തുൽ മുത്തഫ്ഫിഫീനിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. നന്മ ചെയ്യുന്നവരെ കളിയാക്കുന്ന ഒരു കാലം വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത്യദിനത്തിന്റെ അടയാളം നിങ്ങൾക്കറിയുമോ? യറൽ മഅറൂഫ മുൻകറ വയറൽ മുൻകറ മഅറൂഫ, നന്മ തിന്മയായി തോന്നുന്ന ഒരു കാലം വരും, നല്ല കാര്യം മോശമായി തോന്നുന്ന ഒരു കാലം വരും, മോശമോ നന്മയായി തോന്നുന്ന ഒരു കാലം വരും. അന്ന് ചില ആളുകളൊക്കെ ചില വേണ്ടാത്തരങ്ങളൊക്കെ കാണുമ്പോ ആളുകളോട് പറയും, എടാ ഇതിൽ നിന്നൊക്കെ നിനക്ക് മാറി നിന്നുകൂടെ എന്ന് ചോദിക്കുമ്പോ അവൻ പറയും, കുൻ, നീ നിന്റെ പണി നോക്ക്, നീ പോയി നിന്റെ വീട്ടിലെ കാര്യം നോക്ക് എന്ന് പറയുന്ന ഒരു കാലം നിങ്ങളിലേക്ക് വരുമെന്നാണ്. അതാണ് ഖുർആൻ പറയുന്നത്. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ ഇന്നൽ അബ്റാറ ലഫീ നഈം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ നാളെ സന്തോഷത്തിലാണ്. പിന്നെ സ്വർഗത്തിന്റെ അവസ്ഥകൾ ഖുർആൻ വിശദീകരിക്കുകയാണ്. അലൽ അറായികി യൻദുറുൻ, അവർ സോഫകളിൽ ചാരി ആ പരലോകത്ത് സന്തോഷത്തോടുകൂടി എല്ലാം നിരീക്ഷിച്ചിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം, അവരുടെ മുഖത്ത് സുഖാനുഭവത്തിന്റെ തിളക്കമുണ്ടാകും. യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം, മുദ്രവക്കപ്പെട്ട പാനീയങ്ങൾ അവർ കുടിക്കപ്പെടും. ഖിതാമുഹു മിസ്കുൻ, ആ പാനീയത്തിന്റെ മുദ്ര അത് കസ്തൂരിയായിരിക്കും. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, നിങ്ങളിൽ മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ. വമിസാജുഹു മിൻ തസ്നീം, അതിന്റെ ചേരുവ, ആ പാനീയത്തിന്റെ ചേരുവ തസ്നീമായിരിക്കും. ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ, അല്ലാഹുവിങ്കലേക്ക് സാമീപ്യം സിദ്ധിച്ചവർക്ക് ആ തസ്നീം എന്ന അശ്റബു ശറാബുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും മുന്തിയ ആ പാനീയം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന ആയത്തുകളാണ് നാം ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും കൂടുതൽ ചെയ്യേണ്ടത്. ഇന്നല്ലദീന അജ്റമു, എന്നാൽ ഈ സ്വർഗം ലഭിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, അവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അവർക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അവർക്ക് ചില നാട്ടുകാരുണ്ടായിരുന്നു. അവരെങ്ങനെയായിരുന്നു? ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ, ഇവരിങ്ങനെ നല്ല മനുഷ്യരായി നടക്കുമ്പോ ഇവരെ നോക്കി ഇങ്ങനെ ചിരിക്കുമായിരുന്നു. എന്തിന്? വിവരമില്ലാത്തവൻ, കാഴ്ചപ്പാടില്ലാത്തവൻ, കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഇവനെ നോക്കി ചിരിക്കുമായിരുന്നു. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ, അവനെ കാണുമ്പോ വിവരമില്ലാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ, ഇത്ര സമ്പത്തും പ്രൗഢിയും അധികാരവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കണ്ണിട്ട് കളിയാക്കുമായിരുന്നു. വഇദൻ ഖലബു ഇലാ അഹ്ലിഹിം ഖലബു ഫഖീൻ, ഇവരാണെങ്കിലോ എല്ലാ വേണ്ടാത്തരവും നാട്ടിൽ ചെയ്യും, എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് സന്തോഷത്തോടുകൂടി ഭാര്യയുടെ അടുത്തേക്ക്, മക്കളുടെ അടുത്തേക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ സന്തോഷത്തോടുകൂടി ഇവർ ചെന്നിരുന്നു.
വഇദാ റഔഹും ഖാലു ഇന്ന ഹഉലാഇ ലവാലൂൻ. അവർ പറഞ്ഞിരുന്നു ഇവരൊന്നും ഇങ്ങനെ ചെയ്യാതെ വെറുതെ ഒരു വിവരമില്ലാതെ നടക്കാൻ, ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ഈ ജീവിതം അടിച്ചു പൊളിക്കണ്ടേ എന്ന് പറയുന്നത് കേട്ടിരുന്ന ആളുകളാണ് ആര്? ഈ സ്വർഗത്തിൽ പോകുന്നവർ. ആ പറഞ്ഞവരെവിടെയാണുള്ളത്? അള്ളാഹുവിന്റെ കത്തിച്ചൊലിക്കുന്ന നരകത്തിലാണ് നാം. അങ്ങനെയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആ കാലത്തിന്റെ ഒരൊറ്റ പ്രവണതയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ കാലത്ത് പരലോകത്തെ രക്ഷപ്പെടാൻ, ഖബറിൽ മറുപടി പറയാൻ വളരെ കൃത്യമായ ഈമാനിക മനുഷ്യനാണ്. തെറ്റുകൾ സംഭവിക്കും, മനുഷ്യരാണ്, ന്യൂനതകൾ ഉണ്ടാകും. പിശാചിനെ അതിശക്തമായ വലയം കൊണ്ട് കാത്ത് സംരക്ഷിച്ച് നന്മയിൽ പോകാനുള്ള ഈമാൻ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള ഒരു കാലത്ത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിലേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.